എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയമാണ്. നമ്മുടെ 2025 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള SSLC +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്നാണ് വരിക എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം. നമുക്കറിയാം നമ്മുടെ NIOS 2025 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പബ്ലിക് തിയറി പരീക്ഷകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരീക്ഷകളും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ +2 കൊമേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദിയുടെ എക്സാം ആയിട്ടില്ല. ദെൻ നമ്മുടെ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ എക്കണോമിക്സിന്റെ എക്സാം കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പല വിഷയങ്ങളുടെ എക്സാമുകളും ഇനി നടക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. എങ്കിൽ പോലും നിങ്ങളുടെ ചില സബ്ജക്ട് ഇപ്പം മെയിൻ സബ്ജക്റ്റുകളായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ ഒക്കെ എക്സാം കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇടയിൽ വരുന്നൊരു സംശയമാണ് മിസ് ഇനി എന്നാണ് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷ, അതായത് എന്നാണോ നിങ്ങളുടെ NIOSന്റെ SSLC ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ എന്നാണോ നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിയുന്നത്, അതായത് നമുക്കറിയാം 2025 മെയ് 19 തീയതിയാണ് നമ്മുടെ ഈ ഒരു പബ്ലിക് തിയറി പരീക്ഷ അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പരീക്ഷ, അതായത് അവസാനത്തെ പരീക്ഷ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള 6 അല്ലെങ്കിൽ 7 ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് എക്സാം എന്നാണ് കഴിയുന്നത് 2025 മെയ് മാസമാണ് അല്ലെ. മെയ് 19 തീയതിയാണ് നമ്മുടെ NIOSന്റെ എല്ലാ പരീക്ഷകളും അവസാനിക്കുന്നത്. അപ്പൊ ആ ഒരു ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 6 അല്ലെങ്കിൽ 7 ആഴ്ച എന്ന് പറയുമ്പോൾ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക്. അപ്പൊ ആ ഒരു ഏകദേശ കണക്ക് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് ജൂൺ ലാസ്റ്റ്, അതായത് ഒരു 25 കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി നിങ്ങളുടെ റിസൾട്ട് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കേട്ടോ. സാധാരണ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ കുറച്ച് ലേറ്റ് ആയിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളൂ. എങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, മിസ് ഇനി എന്നാണ് റിസൾട്ട് വരുന്നത്, ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ ചില വിദ്യാർത്ഥികളോർക്കും എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ മിസ് ഇപ്പോഴേ റിസൾട്ട് വരുന്നൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരെ പീഡിപ്പിക്കുന്നതോർക്കും ഒന്നുമില്ല. ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പൊ എന്തായാലും റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെ. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. സോ ഒന്നും ചിന്തിക്കാണ്, നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഏത് പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ട്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.